Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണായ OnePlus 7 ആണ്. അപ്പോൾ OnePlus 7 സീരീസിൽ രണ്ട് ഫോണാണ് ഇറക്കിയത്. OnePlus 7 Pro അത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlus 7 ആണ്. അപ്പോൾ OnePlus 7ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ OnePlus 16ന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. കാരണം ഇതിന്റെ പ്രൈസ് 32,999 രൂപയാണ്. അതായത് 33,000 ആണ് ഇതിന്റെ പ്രൈസിങ്. അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലാണ് ഇത്രയും അധികം സ്പെസിഫിക്കേഷൻ തരുന്നത്. അതുകൂടാണ്ട് തന്നെ OnePlus 60 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് അപ്ഗ്രേഡ്സ് ഉണ്ട്. വൺ ഓഫ് ദ മേജർ അപ്ഗ്രേഡ്സ് എന്ന് പറയാവുന്നത് സോണീൻ്റെ IMX 586 48 മെഗാ പിക്സൽ സെൻസറാണ്. അതുകൂടാണ്ട് തന്നെ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റും 8GB റാമും 256GB സ്റ്റോറേജും അങ്ങനെ പല അപ്ഗ്രേഡ്സ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 3700 mAh ആണ്. പിന്നെ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. ഒപ്റ്റിക് AMOLED ആണ് സാധാരണ വരുന്ന OnePlus ഡിവൈസസിൽ വരുന്ന ഒപ്റ്റിക് AMOLED ആണ്. പക്ഷേ OnePlus 7 Pro ആയിട്ട് കമ്പയർ ചെയ്താൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഡിസ്പ്ലേ ആണ് മേജർ ഡിഫറൻസ്. പിന്നെ ക്യാമറയിലും ഡിഫറൻസ് ഉണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OnePlus 7 കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഇതാണ് OnePlus 7ന്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ OnePlus 7 Pro പോലെ തന്നെയാണ് OnePlus 7ന്റെ ബോക്സ് പാക്കേജും. ഇത് മിറർ ഗ്രേ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയന്റ്. റാം 8GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത് OnePlus 7ന്റെ. അപ്പോൾ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. മിറർ ഗ്രേ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റെഡ് അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി എല്ലാം തന്നെ സെയിം ആണ്. പ്രൈസിങ് നമുക്ക് കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസിങ് വന്നിരിക്കുന്നത് 37,999 കാരണം ഇത് 8GB റാം ആയതുകൊണ്ടാണ്. 6GB റാം വേരിയന്റ് ആണ്. 32,999 പ്രൈസിങ്, അതായത് 33,000 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും ബാക്കി ലുക്സ് എല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ തുറന്നു നോക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ചെറിയ ബോക്സ് ആണ്. ഉള്ളിൽ റെഡ് കളർ ബോക്സ് ആണ്. അപ്പോൾ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേളിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് ഒരു കേസാണ്. നമ്മളെല്ലാ OnePlus ഡിവൈസസിലും വരുന്ന പോലെ തന്നെ ഒരു TPU കേസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഗുലർ TPU കേസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ്. നിങ്ങൾക്ക് കാണാം OnePlusന്റെ ഒരു നല്ല ഭംഗിയിൽ കൊടുത്ത ഒരു സിം ഇജക്റ്റർ പിന്നാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. കുറച്ച് മാനുവൽസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വാറൻറ്റി ഇൻഫർമേഷനും പിന്നെ റീസൈക്കിൾ ഇൻഫർമേഷൻ, അങ്ങനെ സേഫ്റ്റി ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ചധികം മാനുവൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ബോക്സിനകത്ത് വരുന്നത് ഡിവൈസാണ്. അപ്പോൾ നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് കാണാൻ നിങ്ങൾക്ക്, അതാണ് ലോഗോ. ക്യാപ്ഷൻ OnePlusന്റെ ക്യാപ്ഷൻ തന്നെയാണ് നെവർ സെറ്റിൽ. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ പൊസിഷൻ കാണാം. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. NFC സെൻസർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 7 മിറർ ഗ്രേ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഗ്ലോസി ഫിനിഷാണ്. സൂപ്പർ ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നല്ല ലുക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ്. 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ പ്രൈമറി ക്യാമറേൻ്റെ വാല്യൂ f1.7 ആണ്. ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ് ഇൻക്ലൂഡ് ആണ്. പിന്നെ 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ OnePlus 7 Proനെ പോലെ അല്ല ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇത് പോപ്പപ്പ് സെൽഫി ക്യാമറ അല്ല. അതിന് പകരം നോച്ചിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. OnePlus 16 പോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അലേർട്ട് സ്ലൈഡറും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേയും വോളിയം കീസുമാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടോ അല്ലെങ്കിൽ SD കാർഡ് സ്ലോട്ട് തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ബോട്ടം സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ സ്പീക്കർ യൂണിറ്റും USB Type-C പോർട്ടുമാണ് വരുന്നത്. ടോപ്പ് പാനലിൽ അഡീഷണൽ മൈക്രോഫോൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഡിവൈസിന്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് USB Type-C കേബിളാണ്. റെഡ് കളറാണ്. OnePlusന്റെ സ്റ്റാൻഡേർഡ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അഡാപ്റ്ററും ഉണ്ട്. ഡാഷ് ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 5 വോൾട്ട് 4 ആംപിയർ, അതായത് 20 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. OnePlus 7 Proയിൽ വാപ്പ് ചാർജിങ് ആയിരുന്നു. ഇതിൽ വാപ്പ് ചാർജിങ് ഇല്ല. വാപ്പ് ചാർജിങ് എന്ന് പറഞ്ഞാൽ 30 വാട്ട് ആയിരുന്നു. ഇത് 20 വാട്ട് ഡാഷ് ചാർജിങ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 7 നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് ഒപ്റ്റിക് AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.41 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്.
അതുകൂടാണ്ട് തന്നെ ഗ്ലാസ് ഫിനിഷാണ് ബാക്ക് പാനൽ വരുന്നത്. ഫ്രണ്ട് പാനലിലും അലുമിനിയം ചാസിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പവർ ചെയ്യുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ഒക്ടോകോ പ്രോസസ്സറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അബൌട്ട് ഫോൺ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. 855 8GB റാം 256GB സ്റ്റോറേജ് ആണ്. 48+5 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയാണ്. ഒപ്റ്റിക് AMOLED 6.41 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഓക്സിജൻ OS ആണ് 9.5.5 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ജനറലി എല്ലാ OnePlus ഡിവൈസസിലും വളരെ മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരാറ്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെയാണ് ഡിസ്പ്ലേ ക്വാളിറ്റി വന്നിരിക്കുന്നത്. നല്ലൊരു മികച്ച പാനലാണ് ഒപ്റ്റിക് AMOLEDൻ്റെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല കളർ റിപ്രൊഡക്ഷനുമാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് OnePlusൻ്റെ ഓക്സിജൻ OS ആണ് വരുന്നത്. അപ്പോൾ ഓക്സിജൻ OS നമുക്കറിയാം വൺ ഓഫ് ദ ബെസ്റ്റ് UI ആണ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസും നല്ലൊരു മൾട്ടി ടാസ്കിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം ഫീച്ചേഴ്സും ഓപ്ഷൻസും തന്നെ ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്, നാവിഗേഷൻ ബാർ കസ്റ്റമൈസേഷൻ ഉണ്ട്, പിന്നെ ഡാർക്ക് തീം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് തരുന്ന ഒരു UI ആണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അത് ആൻഡ്രോയിഡ് 9.0 ആണ് വരുന്നത്. പവർ ചെയ്യുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് 8GB റാമാണ്. ഇനി ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 48 മെഗാ പിക്സൽ ക്യാമറേൻ്റെ ഇൻ്റർഫേസ്. വീഡിയോ റെക്കോർഡിംഗ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ 4K 60 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ പോർട്രേറ്റ് മോഡുണ്ട്, നൈറ്റ് സ്കേപ്പ് മോഡുണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അഡീഷണൽ മോഡ്സ് നോക്കുകയാണെങ്കിൽ പ്രോ മോഡ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, അങ്ങനെ ഓപ്ഷൻസും തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് OnePlus 7 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നതാണ്. അത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്യാമറ സാമ്പിൾസ് OnePlus 7 അൺബോക്സ് ചെയ്തതിനു ശേഷം എടുത്തത്. ഇതിനകത്ത് വരുന്നത് 3700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 20 വാട്ട് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്, ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. വാല്യൂ ഫോർ മണി ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 32,999 ആക്ച്വലി OnePlus 60നേക്കാളും കുറച്ചും കൂടി ചീപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൂടാണ് ഇതിനകത്ത് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. അപ്പോൾ 6GB റാമും 120GB സ്റ്റോറേജുമാണ് 32,999 വരുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus 7 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.